എണീക്കണേ എണീക്കേ. എത്ര നേരായി ജോലിക്കൊന്നും പോണില്ലേ? അത്യാവശ്യം നേരായിട്ടാ. ആ വീണ്ടും മൂടി പിടിച്ച് കൊണ്ടു. ദേ എണീക്ക് മനുഷ്യ, എണീക്കേ. ചായ പിടിച്ച പിടിക്കേ. എത്ര സമയം വിചാരിക്കണേ? അത് ഞാൻ തട്ടിക്കളഞ്ഞോ? എണീക്ക്. അനു അനു ഇവളിത് 8 മണിയായി, നിനക്ക് ജോലിക്ക് പോകണ്ടേ? കുറച്ചേരാണ് കഴിഞ്ഞിട്ട് പോ. എടി എണീക്കടി. അച്ചായ നല്ല ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, എണീറ്റേ. ഓ ആ ഇതെന്നെ ചായയോ? പിന്നെ രാവിലെ ചാരായം കൊടുത്തരാൻ പറ്റുമോ? ഇത് ചായയല്ലേ? എനിക്ക് കാപ്പി ഇഷ്ടം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? നമ്മൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ, കാപ്പിയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. തൽക്കാലം ഇപ്പം ഇത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യേ, എന്നിട്ട് എൻ്റെ മോള് ഓഫീസിൽ ജോലിക്ക് പോകും. നിങ്ങൾക്ക് എന്നെ കാപ്പി പൊടി മേടിച്ചോ? നിങ്ങൾക്ക് ഇവിടെ എന്നാ പണി? എൻ്റെ അനു ഇന്ന് പോയി മേടിക്കാം, നിനക്ക് ഓഫീസിൽ പോകണ്ടേ? ഇന്നത്തെ ദിവസം എന്നെ പോകും. എനിക്ക് രാവിലെ കാപ്പി കുടിച്ചാലേ ശരിയാവുള്ളൂ. ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യേ. ചായൻ്റെ മുത്തല്ലേ, ബാ എണീക്ക് ബാ. ആ ഞാൻ വന്നോളാം, പൊക്കോ. അയ്യോ ശ്രീ, ബെൽറ്റ് എടി, ബെൽറ്റ് എവിടെ? ബെൽറ്റ് അവിടെ തപ്പിട്ടൊന്നും കിട്ടില്ല. ബെൽറ്റ് നീ കൊണ്ടുപോയി കയ്യിൽ വെച്ചിരിക്കുകയാണോ? ആ തോന്നിയോടത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഒന്നാമത് നേരം എങ്ങനെ ഞാൻ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെച്ചത്? എന്ത് കോലാണ്! ഇങ്ങനെയൊക്കെ മതി, ആര് കാണാനാണ്? ആ നന്നായോ? അല്ല പൗഡറിന്റെ മൂക്കും കുത്തി വീണാ? ഇനി വാച്ച് മറന്നുണ്ടാവും. വാച്ച് നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. മറന്നുണ്ടാവും. ഇതാ പിടിച്ചേ. സമയമില്ല മോളെ. അതെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം. വേഗം വരില്ലേ? ഓക്കെ ഓക്കെ. ചായ. ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുവാണോ? എന്നെ എന്റെ അത് കിടന്ന് കൂടെ കിടന്ന്. എനിക്ക് പോവാൻ സമയം. എന്റെ ടിഫിനൊക്കെ എടുത്ത് വെച്ചോ? എടി ഞാൻ പൂരിയും പരിപ്പേരും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്നും പൂരിയാണോ? എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അനു ഇതുവരെ ഉണ്ടാക്കണേ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണോ, എനിക്ക് ദേഷ്യം വന്നിട്ട്. എടി ഒന്ന് വേഗം റെഡിയാ, മണി 9:00. നിനക്ക് കാപ്പി കുടിക്കണ്ടേ? ഞാൻ റെഡിയാവും. എന്റെ ലാപ്ടോപ്പും ബാഗും ഒക്കെ ഒന്ന് എടുത്ത് വെച്ചേ. അതൊക്കെ സെറ്റാ, നീ ഒന്ന് എണീറ്റ് വന്നാൽ മാത്രം മതി. എന്റെ ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചോ? എന്റെ പൊന്നു മോളെ, നിന്ന് ഒരു ദിവസത്തേക്ക് ക്ഷമിക്കേ. എടി അച്ഛൻ്റെ മീനെല്ലാം പരട്ടി വറക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കാം, പക്ഷെ സമയം പോയി. ഓ എന്നായിച്ച, എനിക്ക് ഇഷ്ടമല്ല ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ. നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യടാ. ദേ അനു വേഗം വാ, സമയം പോയി. ഞാൻ വരും. എല്ലാം എടുത്ത് വെച്ചാൽ ചായ എടുത്ത് വെക്കണേ. വേഗം വാ വേഗം വാ. ആ അതെ വരുന്നു. മുടിയാണ് ചീട്ടിരിക്കുന്നുമില്ല. ലേറ്റായി. എല്ലാ സാധനം വെച്ചിട്ടില്ലേ? എല്ലാം വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് വെച്ചോ? ലാപ്ടോപ്പ് ചാർജർ വെച്ചിട്ടുണ്ട്. എടി നിന്റെ ഫോൺ എന്തി? അയ്യോ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഞാൻ എടുത്തോട്ടെ? വേണ്ട വേണ്ട, ഇനിയിപ്പം എടുക്കാൻ നിൽക്കട്ടെ. കമ്പനി ഫോണിലേക്ക് വിളിച്ചാൽ മതി. ചേട്ടാ നേരത്തെ തന്നെ ചോറുണ്ടോളൂട്ടാ. ഞാൻ സാമ്പാർ ഇഷ്ടപ്പെട്ട പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇതാ ഫോണൊന്നും മറക്കല്ലേ. എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ വരണം. വൈകിട്ട് കാണാട്ടോ, ഓൾറെഡി ഇത്തിരി ലേറ്റ് ആയിടാ. ശരി, വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണേ. സൂക്ഷിച്ചു വേണം മോളെ. ടാറ്റാ ബൈ ബൈ. ഇന്ന് ലീവ് ആയിരിക്കും അല്ലേ? ഞാൻ എന്നും ലീവാ. അതെന്താ ജോലിക്ക് പോകുന്നില്ലേ? ഏയ് ഞങ്ങൾ അങ്ങനെ ജോലിക്കൊന്നും പോകാറില്ല. ഓ അപ്പോ വൈഫ് ജോലിക്ക് പോയതല്ലേ? വൈഫ് ജോലിക്ക് പോവും, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി. നമുക്കിപ്പോ ജോലിക്ക് വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഹസ്ബൻഡാണ് ജോലിക്ക് പോവാറ്. ഞാൻ അത് പഴയ ഒരു ടിപ്പിക്കൽ ആചാരങ്ങളല്ലേ. നമുക്ക് പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം ജോലി ചെയ്യണം നിർബന്ധം. പിന്നെ ഞാൻ പൊക്കോട്ടെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ല ശ്രീനന്ദ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല? ഏയ് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ഈ പഠിപ്പും വിവരമൊന്നും ഇല്ലാത്തവരാണ് ഈ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കണേ, അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞതാ, പക്ഷെ ചേട്ടന് തീരെ താല്പര്യമില്ല ജോലിക്ക് പറഞ്ഞേക്കാൻ. അല്ല ഈ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കാൻ എങ്ങനെ പറ്റണം? ചേട്ടന് പറ്റുന്നുണ്ടല്ലോ, അതുപോലൊക്കെ തന്നെ എനിക്കും പറ്റുന്നു. ഇന്നിവിടെ ഉച്ചക്ക് മീൻ വറുത്താലേ? ഏയ് ഞാൻ മീൻ വാങ്ങിയിട്ടില്ല. നല്ല മീൻ പൊരിച്ചതിന് മണം വന്നിട്ടല്ലോ. കരിഞ്ഞ മീൻ്റെ മണം വരുന്നേ.
അയ്യോ ഞാൻ 2 പീസ് നെയ്മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യോ അത് കരഞ്ഞിട്ടുണ്ടാവും. ദൈവമേ ഇന്ന് അവൾ എന്നെ പൊങ്കാലയിടും. അതെ പിന്നെ കാണാം. കണ്ടാൽ എന്ത് യോഗ്യൻ, ഓടണ ഓട്ടം കണ്ട കഷ്ടം. ഇതെന്താ ഇതുവരെയായിട്ടും ചൂടാവത്ത്? ഓണാണല്ലോ. അയ്യോ അത് നാശമായെന്നാ തോന്നാം. ചേട്ടനെ വിളിക്കാം. ഹലോ. ആ അതെ, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറില്ലേ അത് വർക്കാവുന്നില്ല. എന്താ ചെയ്യാ? ഇല്ല, ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി തരുത്. കുറച്ച് നേരം വരെ ഇത് വർക്കായി തരുന്നു. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഇല്ല ഞാനെല്ലാം മാറ്റി കുത്തിയൊക്കെ നോക്കി. ആ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അറിയില്ല. അത് വേണോ? ആ എന്തേലും ചെയ്യ, വേഗം ആവണം കേട്ടോ. എന്നൊക്കെ റീലുകളാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. മാർക്കൊക്കെ പണി എടുത്ത് ജീവിക്കാൻ പാടില്ലേ, ചുമ്മാ ഒരു പണിക്കും പോവില്ല. വത്സ വിളിക്കണ്ടല്ലോ. ഹലോ എന്നടാ? ഇൻഡക്ഷൻ കുക്കറോ? ആ ചെല്ലാം. ഇപ്പം ചെല്ലണോ? ആ പോടാ നോക്കാം. ഞാൻ ഏറ്റുടാ. ആ ഓക്കെ. ആ ശരി എന്നാൽ. തിരക്കിലായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? പിന്നെ വത്സ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതിപ്പോൾ എന്നാ പ്രശ്നം? ഇത് ഞാനൊരു 1 മണിക്കൂർ മുമ്പ് ഉപയോഗിച്ചിരുന്നതാ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അത് ഓണാവുന്നില്ല. മേടിച്ചെടുത്താണോ? അധികം ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ അവിടെ ഉപയോഗിച്ചിരുന്ന ഒരു 6 വർഷമൊക്കെ ആയിട്ടുള്ളൂ. 6 വർഷം വലിയ ഇതൊന്നുമല്ല അല്ല. അപ്പം എന്തോ ചിലപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയിരിക്കും. മദർ ബോർഡൊക്കെ ഉണ്ട് ഇതിന്? മദർ ബോർഡല്ല, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ചിപ്പാണോ? ചിപ്പൊക്കെ ഉണ്ടോ? ചിപ്പില്ലാത്ത സാധനങ്ങളുണ്ടോ? അപ്പോ സാം ഈ പോളിടെക്നിക് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ചോദ്യം വത്സൊന്നും പറഞ്ഞിട്ടില്ലേ? നമ്മുടെ നാടിൻ്റെ അടുത്ത് ആർക്ക് എന്നാ പ്രശ്നം വന്നാലും ഞാനാ. വയറിങ്ങോ പ്ലംബിങ്ങോ ഇത് ചീള കേസ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ ശരിയാക്കാന്നേ, 2 മിനിറ്റ് കേസല്ലേ ഉള്ളൂ. 1 മണിക്കൂർ മുമ്പ് വരെ വർക്ക് ചെയ്തിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിന് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനേ പ്ലഗ് ഒന്ന് ഉണക്കി നോക്കാം കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാ. അമ്മയ്ക്ക് ഞാൻ വെച്ചാൽ ജീവനാ, അറിയാവോ? ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ എന്ത് വിഷമാണെന്ന് അറിയോ? 2 ദിവസമായിട്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു. അയ്യോ പാവം. നീ ഇവളെ തന്നെ കെട്ടിയ പൊന്നട ഒന്ന് പതുക്കെ പറ. ഞാൻ ഫേസ്ബുക്കിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഒരു പണി ചെയ്ത് വീട്ടിലിരിക്കാൻ പറ്റുന്നേ? വീട്ടിലിരിക്കുമ്പോ ഒരു പണി എടുക്കണ്ടെന്ന് ആരാ പറഞ്ഞു? നിനക്കറിയാം ഈ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിട്ട് ഭർത്താവ് പണി തരാതെ വീട്ടിലിരിക്കുമ്പോ പ്രശ്നങ്ങളാളാ. ചായയോ കൂൾ ഡ്രിങ്ക്സ് ഒന്നുമില്ല? ഈ ഫ്രഷ് ജ്യൂസ് അങ്ങനെയൊന്നും? ഫ്രഷ് ജ്യൂസ് കുടിക്ക്, കൊല്ലയ്ക്ക് കൊടുക്കണ്ട് ഞാൻ.